ഇന്ന് നാട്ടടുക്കളയിൽ മത്തി മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി 1 കിലോ മത്തി കഴുകി വൃത്തിയായി എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് മീനെല്ലാം നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളെല്ലാം ഇട്ട് നമ്മൾ പെരക്കി വെക്കണം. അപ്പോഴത് മീനിന് നല്ല ഉപ്പെല്ലാം പിടിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് അരച്ചതുണ്ട്, അത് പുരട്ടി കൊടുക്കാം. ബാക്കി നമുക്ക് കറി വെക്കുമ്പോൾ ഇനി നന്നായി പെരട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. 2 കുടംപുളീൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ കുടംപുളി നമ്മളില്ല നല്ലോണം കഴുകണം. ഞാനൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നല്ലോണം ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു സ്മെല്ലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിനൊരു സ്മെല്ല് ഉണ്ടാകുന്നില്ലേ. അപ്പോൾ ആദ്യം എനിക്ക് ഈ പുളി അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പുളി അങ്ങനെ കഴുകി ഉപയോഗിക്കുന്നത് കൊണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം മാങ്ങ. നമ്മൾ ഇതിനനുസരിച്ചിട്ട് വേണം എല്ലാ പുളിയും എടുക്കാൻ. കൂടി പോകാൻ പാടില്ല. ഇത് ഇടുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിക്ക്. അല്ലെങ്കിൽ സാധാ പുളി എടുക്കുന്നതിന് സാധാ പുളി എടുത്താലും മതി. നമുക്കിതെല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ കുടംപുളി മാത്രം എടുക്കുന്നതിന് കുടംപുളി മാത്രം ഇട്ടാലും മതി. പക്ഷേ ഇതിങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇനി ഞാൻ മുളക് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് മുളക് പൊടി ഞാൻ മിക്സിയിൽ അരച്ചതാണ്. മുളക് അരച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്തായാലും നമ്മളൊന്ന് അരക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇനി അരച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിക്കൊടുക്കും. അത് ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇവിടെ എരിവ് കുറച്ച് ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. ഇതൊന്ന് നല്ലോണം വെന്ത് തരട്ടെ. ഇതിനി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിന് നന്നായി തിളച്ച് വരട്ടെ. നമ്മൾ കറി നോക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്, നല്ലോണം വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നല്ല ഉണ്ട മത്തി ഇടണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ കയ്യിലുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് ഇളക്കാൻ പാടില്ല. ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എത്ര ഇതിന് വെള്ളം വേണമെന്ന് വെച്ചാൽ ചേർക്കാം നമുക്ക്. പക്ഷെ അധികം വെള്ളമാക്കിയാലും രസം ഉണ്ടാവില്ല. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. കറി ആയോ നോക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കേ വേണ്ടു. നമ്മൾ കഷ്ണം അടിക്കണ്ട. ഇനി നമുക്ക് തീ ഓഫാക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തീ ഓഫാക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല നെയ്യുള്ള മത്തിയാണ്. ഇനി ഇത് ഓഫാക്കാം. നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഇട്ടാൽ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.